മലയാളിയല്ലെങ്കിലും മലയാളികളുടെ പ്രിയങ്കരിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. അഭിനേത്രി എന്നതുപോലെ തന്നെ നർത്തകിയായും ലക്ഷ്മി ഗോപാലസ്വാമി സ്വയം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ അത്ര സജീവമല്ല ലക്ഷ്മി ഗോപാലസ്വാമി. അതേസമയം മറ്റു ഭാഷകളിൽ വളരെ സജീവമാണ്. ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന താരം കൂടിയാണ് ലക്ഷ്മി. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും ആരാധകരും താരത്തോട് എപ്പോഴും വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. വ്യാജ വാർത്തകളും ലക്ഷ്മി ഗോപാലസ്വാമിയെ അലട്ടാറുണ്ട്. ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. ഞാൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്ത വർഷത്തിൽ 1-2 തവണയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായി വിവാഹം ഉറപ്പിച്ചതായുള്ള തലക്കെട്ടിന് ഈയടുത്ത് വലിയ പ്രചാരം ലഭിച്ചിരുന്നു. എൻ്റെ വിവാഹകാര്യത്തിൽ എന്നെക്കാളും എൻ്റെ കുടുംബത്തിലുള്ളവരെക്കാളും ഉത്കണ്ഠയുള്ള ഒരു വിഭാഗം പുറത്തുണ്ട്. അവരാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ഇത്തരം വാർത്തകൾ പലപ്പോഴും സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിയുക. തെറ്റായ വാർത്തകൾക്കെതിരെ പ്രതികരണമെന്ന് ചിലരെല്ലാം ഉപദേശിക്കും. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് പുറമേ പോകാൻ തൽക്കാലം സമയമില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത്. നിലവിലെ ജീവിതത്തിൽ താൻ സന്തോഷവതിയാണ്. ഇങ്ങനെ തന്നെ തുടരാനാണ് ഇഷ്ടമെന്നും താരം പറയുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ബഹുഭൂരിപക്ഷത്തിനും ദിശാബോധമില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നും താരം പറയുന്നു. പുതിയ തലമുറയുടെ ജീവിതം വളരെയധികം മാറിയിരിക്കുന്നു. ഇന്ന് ചങ്ങാതിക്കൂട്ടങ്ങളില്ല. സോഷ്യൽ മീഡിയകളിലാണ് കൂടുതൽ സമയം ചെലവിടുന്നത്. പുതുതലമുറ വളരുന്നതിലും അവരുടെ സ്വഭാവം രൂപവൽക്കരിക്കുന്നതിനുമെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. അതിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അവ വേർതിരിച്ചെടുക്കാനുള്ള വിവേകം പകർന്നു കൊടുക്കണം. പാഠ്യപദ്ധതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അറിവുകൾ ഉൾപ്പെടുത്തണം എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്. മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ചും ലക്ഷ്മി ഗോപാലസ്വാമി സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് വരുന്നില്ല, സെലക്റ്റീവായോ എന്നെല്ലാം പലരും ചോദിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമാണ്. 45 കഴിഞ്ഞ അഭിനേത്രികൾക്കെല്ലാം ഈ പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതായും ലക്ഷ്മി പറയുന്നു. അതേസമയം തനിക്ക് അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇതുവരെ ചെയ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്ന കഥാപാത്രങ്ങളുമായി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ മതിയെന്നാണ് തീരുമാനമെന്നാണ് ലക്ഷ്മി പറയുന്നത്. അതേസമയം കേരളത്തിൻ്റെ സ്നേഹം ഇന്നും താൻ അനുഭവിക്കുന്നുണ്ടെന്നും ലക്ഷ്മി പറയുന്നു.